ചെയ്യുന്നത്? ടമ്മി ടക്ക് എന്ന് പറയുമ്പം അത് നമ്മൾ കോസ്മെറ്റിക് ആയിട്ട് ചെയ്യുന്നതുണ്ട്, അല്ലാതെ ചെയ്യുന്നതുണ്ട്. ഇപ്പൊ കോസ്മെറ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ വയറ് ഒതുങ്ങണമെന്ന് ആഗ്രഹമുള്ള സ്ത്രീകൾക്ക്, അത് ഏത് സ്ത്രീക്ക് വേണമെങ്കിലും ചെയ്യാം. വയറ് ഒതുങ്ങണമെന്ന് ആഗ്രഹമുള്ള ഏതൊരു സ്ത്രീക്കും വയറ് ഒതുങ്ങാനായിട്ട് അതിന്റെ സ്കിന്നും അതിനുള്ള ഫാറ്റും നമുക്ക് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. അതൊരു കോസ്മെറ്റിക് കൺസേൺ ആണ്. അതല്ലാതെ ഒരുപാട് ഫങ്ഷണൽ പ്രശ്നങ്ങളുള്ള, അതായത് വയറ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. അതായത് വയറിങ്ങനെ ഒരുപാട് തൂങ്ങിക്കിടക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് അഴുക്ക് പിടിക്കുന്നു, ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്നു, ചൊറിച്ചിൽ വരുന്നു, ഡ്രസ്സ് ഇടാൻ ബുദ്ധിമുട്ട്, എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. വയറിങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ എക്സസൈസ് ചെയ്യാനും കുനിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യാനും എല്ലാം ബുദ്ധിമുട്ട്. അപ്പോൾ എക്സസൈസൊക്കെ അവർ പൂർണ്ണമായിട്ട് നിർത്തും ഇതൊക്കെ കാരണം. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഈ വയറ് കുറയ്ക്കേണ്ടത് ഒരു കോസ്മെറ്റിക് കൺസേൺ അല്ല, അത് അവരുടെ ജീവിതത്തിന്റെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് കുറച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ നല്ലവണ്ണം വെയിറ്റ് ലോസ് ചെയ്തവർക്ക്, അതായത് ഇപ്പോൾ ഒരു 100 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ഉണ്ടായിരുന്നു, 10-30 കിലോയോളം കുറച്ചു, എക്സസൈസ് ചെയ്ത് കുറച്ചതാവാം, അല്ലെങ്കിൽ ബെറിയാട്രിക് സർജറി ചെയ്ത് കുറച്ചതാവാം. അങ്ങനെ എങ്ങനെയെങ്കിലും വെയിറ്റ് കുറച്ചു എന്നുണ്ടെങ്കിൽ സ്കിന്ന് തൂങ്ങി വരും. അത് വയറിൽ തൂങ്ങി വരാം, തൊടയിൽ തൂങ്ങി വരാം, കൈകളിൽ തൂങ്ങി വരാം, അങ്ങനെ പല ഭാഗങ്ങളിലും തൂങ്ങി വരും. അങ്ങനെ തൂങ്ങി വരുമ്പോൾ വയറിലെ സ്കിൻ കുറയ്ക്കുന്നത് നമ്മൾ അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്തിട്ടാണ്. അതൊരു കാറ്റഗറിയാണ്. പിന്നെ വേറെ എന്ന് പറയുന്നത്, ഈ എത്ര എക്സസൈസ് ചെയ്താലും വയറിലെ സ്കിൻ മാത്രം കുറയുന്നില്ല. നമ്മളിപ്പോ എക്സസൈസ് ചെയ്യുമ്പോൾ ഫാറ്റ് കുറയുമായിരിക്കും, പക്ഷെ സ്കിൻ തൂങ്ങുന്നത് കൺട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എത്ര എക്സസൈസ് ചെയ്താലും ഇതൊരിക്കലും എക്സസൈസിന് പകരമല്ല നമ്മൾ ടമ്മി ടക്ക് അല്ലെങ്കിൽ അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്യുന്നത്. എക്സസൈസ് ചെയ്തിട്ടും കുറയാത്ത കൊഴുപ്പിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പുരുഷന്മാരിലും ചെയ്യാം, സ്ത്രീകളിലും ചെയ്യാം.